ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ടുള്ള ഉത്തരവ് പാസ്സാക്കേണ്ടത് തന്ത്രിയാണ്. തന്ത്രി തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഡയറ്റിയുമായി കൺസൾട്ട് ചെയ്തു ആ രീതിയിൽ, കാരണം ഇംഗിതത്തിനനുസരിച്ച് എന്ന രൂപത്തിൽ ഉത്തരവിടുന്നത് പറയാണ്. റീസെന്റ് however a Devasam board member was said to have seen Ayyappa Swami in a dream who said the gold plating be replaced. ഒരു ദേവസ്വം ബോർഡ് മെമ്പർക്കാണ് സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട് മാറ്റിക്കോട്ടോ ഇത് മാറ്റിക്കോ എന്ന് ദർശനം കിട്ടുന്നത്, അല്ലാതെ തന്ത്രിക്കല്ല. ശരി, ഷരുൺകുമാർ, ഇപ്പോ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഒക്കെ അറിവ് വരുന്നത് അദ്ദേഹം തന്നെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ല എന്ന് പറയുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇത് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ്. പക്ഷേ ദേവസ്വം ബോർഡിന് ആഭ്യന്തരമായ സംവിധാനങ്ങൾ ഉണ്ടാകുമല്ലോ, ഒരു ചെറിയ സംവിധാനമല്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംവിധാനമല്ല. അവർക്ക് ആഭ്യന്തരമായി പരിശോധനകൾക്കുള്ള എല്ലാ വിഭാഗങ്ങളുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു പടയുള്ള സംവിധാനമാണ്. അപ്പോൾ ഇയാളുടെ ഇടപെടലുകൾ ദുരൂഹമാണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും തോന്നിയിട്ടില്ലേ? ഈ 2019 അഴിച്ചുകൊണ്ട് പോകുന്നു, പിന്നെയും വീണ്ടും ഇയാൾ തന്നെ ഇത് അഴിച്ചുകൊണ്ട് പോകാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇയാളുടെ ഇൻട്രസ്റ്റുകൾ എന്തുകൊണ്ട് സൂക്ഷ്മമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഭക്തിയെ ചൂഷണം ചെയ്താണ്, ഭക്തിയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കി ആ പണം വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവസ്ഥ? ശബരിമല എന്തിന് ഈ കാരണത്തിന് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പ്രധാനമാണ്. അതെന്തുകൊണ്ട് ഇതുവരെ കണ്ടെത്തപ്പെട്ടിട്ടില്ല? എന്തുകൊണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ല? താങ്കൾ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ച ചോദ്യം, ഇവിടെ ചില ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഞാൻ കണ്ടു, അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആള് ഒരു ചെറിയ മീനല്ല, ഭക്തി ബ്രോക്കർ അല്ലെങ്കിൽ ഭക്തി ഇടനിലക്കാരൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോസ് വിവരം ഞാനിപ്പോൾ എന്തായാലും വെളിപ്പെടുത്തുന്നില്ല. എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നതെന്നും എന്നു മുതലാണ് വന്നതെന്നും ആരാണ് ഇടനിലക്കാരനായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നെന്നും ഈ ഭക്തി ബ്രോക്കർ പരിപാടി എന്നു മുതൽ ആരംഭിച്ചു എന്നൊക്കെ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരട്ടെ. സത്യം പുറത്തു വരണമല്ലോ. എത്ര മറച്ചു വെച്ചാലും ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ പെൻഡിങ് വെക്കുകയാണ്. വരട്ടെ, പുറത്തു വരട്ടെ. ആ ചോദ്യം ചോദിക്കുമ്പോഴും കോൺഗ്രസ് പ്രതിനിധി തെന്നുമാറിയിട്ട് പറഞ്ഞത് അത് ഈ ഇപ്പോഴത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം തന്നെയാണ്. ഏതായാലും 1999 മുതൽ ഇത് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണല്ലോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു ഹൈക്കോടതി ഇതൊക്കെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നമ്മൾ അറിയില്ലായിരുന്നല്ലോ എന്ന്. ഈ സ്ട്രോങ് റൂമിൽ ഇത്തരത്തിൽ ഒരു താങ്ങുപീഠം ഉണ്ടെന്നും ആ താങ്ങുപീഠം കാണാനില്ലെന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു എന്നുള്ളത് സത്യം. അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് സത്യം. ഹൈക്കോടതി ഈ വിഷയങ്ങളിൽ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനും കൃത്യമായി റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞതും ഇൻട്രിം ഓർഡർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ദേവസ്വം വിജിലൻസ് കമ്മീഷണർ തന്നെയാണ് 2019 മുതലുണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി അറിയിച്ചത്. അപ്പൊ അതെന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെ വരട്ടെ. കാരണം ഹൈക്കോടതിയുടെ വില കുറച്ച് കാണുകയല്ല, ഹൈക്കോടതി ആക്റ്റീവ് റോൾ തന്നെ എടുത്തിട്ടുണ്ട്. ആ ഹൈക്കോടതിയെ നല്ല തരത്തിൽ സഹായിച്ചത് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. മുഴുവൻ രേഖകളും ഹാജരാക്കിയതും ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇനിയുമുണ്ട് രേഖകൾ. 2019 പഴയ രേഖകളൊക്കെ ഉണ്ട്. ശബരിമലയ്ക്ക് 1 രൂപ കൊടുത്താൽ, 1 നാണയം കൊടുത്താൽ അത് അവിടെ രേഖാപരമായിട്ട് തന്നെ ഉണ്ട്. 2 കോടി രൂപ ഒരു വർഷം പലിശ ഇനത്തിൽ ശബരിമലയ്ക്ക് കിട്ടാൻ പാകത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തരത്തിൽ തിരുവാഭരണം, പ്രത്യേക ഉത്സവ നാളുകളിൽ എടുക്കേണ്ടത്, ദൈനംദിന പൂജയ്ക്ക് എടുക്കേണ്ടത്, അതുപോലെ സംഭാവനയായി കിട്ടുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് 10-18 സ്റ്റോർ റൂമിലായിട്ടുണ്ട്. 1 രൂപ പോലും നഷ്ടപ്പെടില്ല. ഒരു ഭക്തന്റെയും ആകാംക്ഷ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുമ്പോഴുള്ള വേദന ഉണ്ടാകില്ല. കൃത്യമായിട്ടുള്ള പരിഹാരം കാണുന്ന തരത്തിലുള്ള അന്വേഷണം, ആ അന്വേഷണത്തെ ഗവൺമെന്റും ദേവസ്വം ബോർഡും ദേവസ്വം വിജിലൻസും ഏറ്റെടുക്കും. എല്ലാ തരത്തിലുള്ള സഹായവും കൊടുക്കും. സത്യം പുറത്തു കൊണ്ടുവരും. ഒരു കള്ളന്മാരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. ചോദിച്ചോട്ടെ, എങ്ങാനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പീഠം ഞാൻ കൊടുത്തതാണ്, അതിപ്പോ കാണാനില്ല എന്ന് പറയാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരുന്നു? ഇതിങ്ങനെ തന്നെ നിർബാധം തുടരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ. വേറെ ആരും കണ്ടുപിടിച്ചതല്ലല്ലോ ഇത്. അതിലൊരു പ്രശ്നമുണ്ട്. ഈ ദേവസ്വം കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ദേവസ്വം ബെഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ഒരു കടമയാണ്. ഇപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്വേഷണം നടത്തി രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞ സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സുവോമോട്ടോയായിട്ട് തന്നെ ഈ വിവരം ദേവസ്വം ബെഞ്ചിനെ അറിയിക്കേണ്ടി വരും, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് പറയേണ്ടി വരും. അത് എപ്പോഴോ എന്നതാണ് ഒരു ചോദ്യം നിലനിൽക്കുന്നത്. അല്ലാതെ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വരാതെ ഇത്രയും ഗൗരവമായിട്ടുള്ള സംഭവം നടക്കില്ല. കൂടെ അക്കോമഡേറ്റ് ചെയ്ത് പോകണം.
അവിടെ പോയി ഇതിൽ മാറ്റം വരുത്തി കൊണ്ടുവരണം, അല്ലെങ്കിൽ ശബരിമലയുടെ പ്രൊമൈസിസിൽ മാത്രമേ ഇത് ചെയ്യാവൂ എന്നും കൃത്യമായി നിയമാനുസൃതം ശാസ്ത്രവിധി അനുസരിച്ച് ചെയ്യാവൂ എന്നുള്ള ശക്തമായ നിർദ്ദേശമുള്ളപ്പോൾ അതിലെങ്ങനെ വയലേഷൻ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് ഏതൊക്കെയോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായിട്ടുള്ള വീഴ്ച വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഉയർന്നതായിരിക്കാം, ചെറുതായിരിക്കാം, വലിയ മീനായിരിക്കാം, ചെറിയ മീനായിരിക്കാം. ആരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തമാണ് ഈ കേരളത്തിന്റെ അന്വേഷണ ഏജൻസിക്കുള്ളത്. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് മാത്രമോ? കേട്ടില്ല. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് മാത്രമോ? ശബരിമല മാനുവൽ അനുസരിച്ച് വേണം അറ്റകുറ്റപ്പണി നടത്താൻ എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ പറയുന്നു. അതിനെ എതിർത്തുകൊണ്ട് അതിനുശേഷം വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്നു 2019 ചെയ്തത് ശരിയായില്ല, അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നു. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ 3 പേരും നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അല്ല, അത് ഏത് പാർട്ടി എന്ന രൂപത്തിലല്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ടുള്ള ഉത്തരവ് പാസ്സാക്കേണ്ടത് തന്ത്രിയാണ്. തന്ത്രി തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഡയറ്റിയുടെമായി കൺസൾട്ട് ചെയ്തു ആ രീതിയിൽ, കാരണം ഇംഗിതത്തിനനുസരിച്ച് എന്ന രൂപത്തിൽ ഉത്തരവിടുന്നത്. ആചാരപരമായ കാര്യങ്ങളിൽ തന്ത്രിയുടെ മാറ്റം വരുത്തി കാലാകാലങ്ങളിൽ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ, ഇടപെടട്ടെ, കാലാകാലങ്ങളിൽ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലുമെല്ലാം ഡയറ്റി കൃത്യമായി തന്ത്രി റിട്ടേൺ ഉത്തരവ് എടുത്തത് വരെ ഹൈക്കോടതിയുടെ മുന്നിൽ ഇപ്പൊ ഉണ്ട്. അതൊക്കെ പരിശോധിക്കട്ടെ. ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഒരു നിലപാടും ആരും സ്വീകരിക്കാൻ പാടില്ല. കൃത്യമായി സത്യം പുറത്തു. തന്ത്രിയുടെ മാത്രം കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം. ഞാൻ ഈ 2019 ഈ വിവാദം ഒന്നും ഉണ്ടാകാത്ത സമയത്ത് വളരെ പോസിറ്റീവായി വന്ന ഒരു പത്രവാർത്തയുണ്ട്. അത് ഈ വഴിപാട് കഴിച്ച ആളുകളെ കുറിച്ചുള്ള പോസിറ്റീവായ വാർത്തയാണ്. അതിനകത്ത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഈ വിജയ് മല്യ കൊടുത്തിട്ടുള്ള സംഗതി റീപ്ലേസ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുമ്പോൾ പറയാണ്, റീസെന്റ് however a ദേവസ്വം ബോർഡ് മെമ്പർ വാസ് സെഡ് ടു ഹാവ് സീൻ അയ്യപ്പ സ്വാമി ഇൻ എ ഡ്രീം ഹു സെഡ് ദ ഗോൾഡ് പ്ലേറ്റിംഗ് ബി റീപ്ലേസ്ഡ്. ഒരു ദേവസ്വം ബോർഡ് മെമ്പർക്കാണ് സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട് മാറ്റിക്കോ കേട്ടോ, ഇത് മാറ്റിക്കോ എന്ന് ദർശനം കിട്ടുന്നത്, അല്ലാതെ തന്ത്രിക്കല്ല. അല്ല, അതൊക്കെ അതിന്റെ ഒന്നും ആധികാരികത എനിക്കറിയില്ല. ആധികാരികത എനിക്കും അറിയില്ല, പത്രവാർത്തയാണ്. പക്ഷേ വിവാദം ഉണ്ടാവുന്നതിന് മുമ്പ് 2019 വന്ന വാർത്തയാണ്. എനിക്ക് ഒരൊറ്റ ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം സമയം പോലെ വരാം.